ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. AI വികസനത്തിനായി നീക്കിവെച്ചത് 500 കോടിയാണ്. 6 മികവിന്റെ കേന്ദ്രങ്ങൾ തുടങ്ങും. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർദ്ദേശം മുന്നോട്ട് വെച്ച് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വികസിത ഭാരതത്തിന് വേണ്ടിയാണ് ആണവോർജ്ജ പദ്ധതി. 2047ഓടെ ചുരുങ്ങിയത് 100 GW ആണവോർജ്ജമെങ്കിലും ഉൽപ്പാദിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് അനിവാര്യമാണ്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ അറ്റോമിക് എനർജി നിയമത്തിലും സിവിൽ ലയബിലിറ്റി ഫോർ ദ ന്യൂക്ലിയർ ഡാമേജ് നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. Development of at least 100 gigawatt of nuclear energy by 2047 is essential for our energy transition efforts. For an active partnership with the private sector towards this goal, amendments to the Atomic Energy Act and the Civil Liability for Nuclear Damage Act will be taken up. At least 5 indigenously developed small modular reactors will be operationalized by 2033. രാജ്യത്ത് 10 വിമാനത്താവളങ്ങൾ കൂടി തുറക്കും. ബീഹാറിലെ പട്നയിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും. A modified UDAN scheme will be launched to enhance regional connectivity to 120 new destinations and carry 4 core passengers in the next 10 years. Greenfield airports will be facilitated in Bihar to meet the future needs of the state. These will be in addition to the expansion of the capacity of Patna Airport and a brownfield airport in Beta. അതേസമയം കേരളത്തിൽ അങ്ങേയറ്റം നിരാശാജനകമായ ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. വയനാടിനും വിഴിഞ്ഞത്തിനും ഒന്നുമില്ല, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കേരളത്തിന് അനുവദിച്ചില്ലെന്നും ധനമന്ത്രി വിമർശിച്ചു. കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഈ ബജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെന്റിനെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പൂർണ്ണ അവഗണനയെന്ന് MPമാരും പ്രതികരിച്ചു. കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ പരാമർശിച്ചില്ലെന്നാണ് വിമർശനം. രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിന്റെ പിന്തുടർച്ചയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ പറഞ്ഞ ബീഹാറിനെയും ആന്ധ്രയും മാത്രം ബന്ധപ്പെടുത്തുന്നൊരു സംഭവമായിരുന്നു. അതുപോലെ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടാകില്ല. അപ്പോൾ അടുത്ത ബജറ്റ് കാത്തു നിൽക്കൂ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പരാമർശമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 100 ജില്ലകൾക്ക്, അതായത് കാർഷിക മേഖലയിൽ ഇന്നോവേറ്റീവായി നൂതനമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിലെ കൂടി ധനപങ്കാളിത്തത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തൂ. ഏറ്റവും രൂക്ഷമായ 2 പ്രശ്നങ്ങൾ, ഒന്ന് രാജ്യത്തെ രൂക്ഷമായ വിലക്കയറ്റവും മറ്റൊന്ന് തൊഴിലില്ലായ്മയുമാണ്. ഈ 2 പ്രശ്നത്തെയും അഡ്രസ് ചെയ്യുന്നതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും രാജ്യത്തെ യുവാക്കൾക്കും എതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ഏകകണ്ഠമായി ആവശ്യപ്പെട്ട ഒന്നാണ് വയനാട് പാക്കേജ്. വയനാട് പാക്കേജിനെ കുറിച്ച് എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ പറയുമെന്നാണ് നമ്മൾ ധരിച്ചത്. പ്രവാസി മലയാളികളെ കുറിച്ച് എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ പറയുമെന്നാണ് നമ്മൾ ഇപ്പോ നരഭോജിയായ കടുവ വയനാട്ടിൽ രാധയെ കൊന്നു തിന്നു. മാത്രമല്ല 6ഓളം പുലികൾ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലെ വന പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പട്ടികളെയും ആടിനെയും തിന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഈ മനുഷ്യനെ കൊല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കേരള ഗവൺമെന്റ് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ച് ഒരു തീരുമാനം വന്നില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള
ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കടൽക്ഷോഭം വന്നിട്ട് കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രപ്പോസൽ വെച്ചിട്ട് അതും ഒരു കാരണവശാലും അംഗീകരിച്ചില്ല. കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള കനത്ത അവഗണനയും അതുപോലെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ കണ്ടത് ബീഹാർ സംസ്ഥാനവും ആസാം സംസ്ഥാനം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ആന്ധ്രയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബീഹാർ സംസ്ഥാനത്ത് ഒരു യൂണിയൻ ബഡ്ജറ്റ്, രാജ്യത്തിന്റെ ഒരു പൊതു ബഡ്ജറ്റ് ഈ രൂപത്തിൽ വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ ബഡ്ജറ്റിന്റെ ശോഭയെ കെടുത്തുന്നതാണ്. ഞാൻ കഴിഞ്ഞ 10-25 ബഡ്ജറ്റുകൾ കേട്ടിട്ടുള്ള ഒരു ലോക്സഭാ അംഗമാണ്. ആ ബഡ്ജറ്റുകളിലൊക്കെ തന്നെ ധനമന്ത്രിമാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ബഡ്ജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ ബഡ്ജറ്റിലും. എന്നാൽ ഈ ബഡ്ജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ പിന്നോക്ക വിഭാഗങ്ങൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ യാതൊരു പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ്. ആകെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി 10 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായി വർദ്ധിപ്പിച്ചു. അതുമൂലം മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് 80,000 രൂപയുടെ ലാഭം ഉണ്ടാകുന്നു എന്നതിനപ്പുറമായി ഈ ബഡ്ജറ്റിൽ മറ്റൊരു പ്രയോജനവും ആർക്കുമില്ലാത്ത ഒരവസ്ഥയാണ്. ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇതേ നയങ്ങൾ വളരെ ശക്തമായി തുടരുന്ന നയമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നവനിർമ്മാണ നയങ്ങൾ തുടരുന്ന ബജറ്റാണ്. ഉദാഹരണത്തിന് ഇനി ബാക്കിയുള്ള നിയമങ്ങൾ പരിശോധിക്കാൻ ഒരു കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡീറെഗുലേഷന്റെ കാര്യത്തിൽ. നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇനി എടുത്തു കളയാൻ വേണ്ടി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ശക്തമായി ഉദാരവൽക്കരണ നയങ്ങൾ തുടരുന്നുള്ളതാണ്. അതിനകത്ത് ഒരു തർക്കമുള്ള കാര്യമല്ല. പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള അവഗണന പതിപോലെ തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മോഡിഫിക്കേഷൻസ്, പഴയതിൽ നിന്ന് വ്യത്യസ്തമുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നും നടന്നിട്ടില്ല, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ വല്ല അനക്ഷരനകത്തോ വല്ല പേജിനകത്തോ അല്ല. ഞാൻ ഇത്രയും നേരം പ്രസംഗം കേട്ടു. പ്രസംഗത്തിനകത്ത് കേരളം എന്നുള്ള വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞത് എനിക്ക് സംശയമാണ്. ബീഹാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടു, അപ്പോൾ വാക്ക് കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദാംശ കണക്കുകളൊന്നും കൂടെ നോക്കേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ പഠിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആകും. പക്ഷെ ഒരേ ഒരു ഉറപ്പാണ്, പൊതുവിൽ ഇത് വളരെ നിരാശാജനകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിഷയങ്ങളെ ഒന്നും ഈ ബഡ്ജറ്റ് പരാമർശിച്ചിട്ടില്ല. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ് റബ്ബർ. നിർത്തിവെച്ച 15ഓളം സബ്സിഡികൾ ഒന്നും കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ എക്കാലത്തെ ആഗ്രഹമാണ്. അത് സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അനിയന്ത്രിതമായ തുറന്ന സമീപനം, ഇറക്കുമതിക്കുള്ള സമീപനം, അതുകൊണ്ട് വിലത്തകർച്ചയിലായിരിക്കുന്ന 12 ലക്ഷത്തോളം വരുന്ന റബ്ബർ കൃഷിക്കാർക്കോ അവരെ ആശ്രയിച്ച് കഴിയുന്ന 40 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്കോ അവർക്ക് യാതൊരു ആശ്വാസവും ഇതിൽ നിന്നില്ല. കേരളത്തെ സംബന്ധിച്ചെന്ന് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഫോറിൻ എക്സ്ചേഞ്ചിലെ ഏറ്റവും വലിയ റെമിറ്റൻസ് എന്ന് പറയുന്ന പ്രവാസികളാണ്. ഇന്ത്യ ഒട്ടാകെ വരുന്ന പ്രവാസി റെമിറ്റൻസിന്റെ 25% കേരളത്തിൽ നിന്നാണ്, മലയാളികളാണ് നൽകുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയും അവരുടെ പേര് പോലും ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പരാമർശിച്ചില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.